ഇടുക്കി മറയൂരിൽ താൽക്കാലിക വാച്ചറെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. താച്ചിവയൽ ചന്ദന റിസർവിലെ വാച്ചർ മാരിയപ്പനാണ് മർദ്ദനമേറ്റത്. ചന്ദനമോഷണത്തിന്റെ പേരിൽ മാരിയപ്പനും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഷെഡിനകത്ത് മുകളിലൊക്കെ ഉണ്ട് എന്നുകൊണ്ട് ഇറങ്ങി വിളിച്ച് ശീഘ്രം പെട്ടെന്ന് ഓടി വന്നു. സ്റ്റാഫ് കൊടുത്ത് വന്നുകൊണ്ട് മരം പോയിരിക്കും ഓടിയുണ്ട് പറഞ്ഞു. ഞങ്ങൾ മേലെ പോയി തപ്പി പാത്രം കൊണ്ടും കിട്ടില്ല. വന്നുകൊണ്ട് കീഴെ ഇറങ്ങി വന്നിട്ട് ഞാൻ സിജോ വർഗീസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇത് എന്താണ് സംഭവം? എന്ത് കാരണം കൊണ്ടാണ് ഇയാളെ മർദ്ദിച്ചത്? അമൃത, മറയൂരിൽ ഏറ്റവും അധികം ചന്ദനമരങ്ങൾ വളരുന്ന ഒരു പ്രദേശമാണ് ഈ നാച്ചുവയൽ എന്ന് പറയുന്ന പ്രദേശം. 24 മണിക്കൂറും കാവലുള്ള ഒരു മേഖല കൂടിയാണ്. പക്ഷേ ഇത്തരം കാവലെല്ലാം ഉള്ളപ്പോഴും ഇത് മറികടന്ന് ചന്ദന റിസർവിലെ കോഴിപ്പന്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം 4 ചന്ദനമരങ്ങൾ മോഷ്ടാക്കൾ മുറിച്ചു കടത്തുകയും ചെയ്തു. കഴിഞ്ഞ ഒരു മാസത്തിനിടെ അതിന്റെ 10ലധികം ചന്ദനമരങ്ങളാണ് ഇവിടെ നിന്ന് മാത്രമായി മോഷണം പോയിരിക്കുന്നത്. ഈ കേസിൽ പ്രതികൾ പിടിയിലായതിന് പിന്നാലെയാണ് വീണ്ടും ഈ മോഷണം നടന്നത്. ഈ വിവരമറിഞ്ഞെത്തിയ ഉദ്യോഗസ്ഥർ മാരിയപ്പനുമായി തർക്കമുണ്ടായി. മാരിയപ്പൻ ജോലി നിൽക്കുന്ന ആ മേഖലയിലാണ് ഈ മോഷണം നടന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മാരിയപ്പനും ഉദ്യോഗസ്ഥരും തമ്മിൽ തർക്കമുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. തുടർന്ന് ജോലിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തു. മാരിയപ്പനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ ഒരു വ്യാജ ആരോപണം എന്നാണ് നിലവിൽ വനംവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം. നിലവിൽ പരിക്കേറ്റ മാരിയപ്പൻ ഇപ്പോൾ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ ചന്ദനമര സംരക്ഷണത്തിൽ ഏർപ്പെടുത്തിയ ചില ശാസ്ത്രീയ പരിഷ്കാരങ്ങളാണ് ഈ മോഷണം വർദ്ധിക്കാൻ കാരണമെന്നാണ് ഈ വാച്ചർമാർ ആരോപണമായി ഉന്നയിക്കുന്നത്. മാരിയപ്പനെ മർദ്ദിച്ചതിൽ വാച്ചർമാരുടെ ഒരു പ്രതിഷേധവും ശക്തമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായി മാരിയപ്പനെ മാറ്റി നിർത്തിയാണ് മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്നത്.